നമ്മളൊക്കെ ദിവസവും ചെയ്യുന്നതും പക്ഷെ സംസാരിക്കാൻ മടിക്കുന്നതുമായ ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ന് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. അത് മലം അഥവാ വിസർജ്യത്തെക്കുറിച്ചാണ്. മലം വെറും മാലിന്യമല്ല, അത് നമ്മുടെ ആരോഗ്യത്തിന്റെ റിപ്പോർട്ട് കാർഡാണ്. ഭക്ഷണം, വെള്ളം, മാനസികാവസ്ഥ, ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള ഈ 3 കാര്യങ്ങളും നമ്മുടെ മലത്തിൽ പ്രതിഫലിക്കും. എന്തുകൊണ്ടാണ് മലത്തെക്കുറിച്ചുള്ള സംസാരം പ്രധാനമാകുന്നത്? ഒരാൾ അയാളുടെ ജീവിതകാലത്ത് ശരാശരി 11,000 കിലോ മലം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അത് 6 വലിയ വണ്ടികളുടെ ഭാരത്തിന് തുല്യമാണ്. മലത്തിന്റെ നിറം, രൂപം, ഇടവേള എല്ലാം നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യ സൂചകങ്ങളാണ്. അത് അവഗണിക്കുന്നത് കാറിന്റെ ഡാഷ്ബോർഡിലെ മുന്നറിയിപ്പ് ലൈറ്റുകൾ അവഗണിക്കുന്നത് പോലെയാണ്. പരീക്ഷകൾക്ക് മുമ്പ്, ഇന്റർവ്യൂവിന് മുൻപ്, അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ആയ ഇവന്റിന് മുമ്പ് പലർക്കും ടോയ്ലറ്റിൽ പോകേണ്ടതായി വരാറുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇതാണ് ആങ്സൈറ്റി മലം അഥവാ ആങ്സൈറ്റി പൂപ്പ്. സമ്മർദ്ദം വയറിനെ നേരിട്ട് ബാധിക്കും. തലച്ചോറിൽ നിന്നുള്ള സിഗ്നൽ ഡൈജഷൻ വേഗത്തിലാകും. അതിനാൽ വയറ്റിലുണ്ടാകുന്ന ചില കോലാഹലങ്ങളോ വയറിളക്കങ്ങളോ സംഭവിക്കുന്നത് വളരെ സാധാരണമാണ്. സ്ഥിരമായ സമ്മർദ്ദം ഇറിറ്റബിൾ ബോൾ സിൻഡ്രോം അഥവാ IBS പോലുള്ള രോഗങ്ങൾക്കും കാരണമാകും. അതിനാൽ അടുത്ത ഒരു വലിയ ഇവന്റിന് മുമ്പ് നിങ്ങളുടെ വയറ്റിൽ കേൾക്കുന്ന ഒച്ച തലച്ചോറും വയറിലും തമ്മിലുള്ള സംഭാഷണമാണെന്ന് മനസ്സിലാക്കുക. സാധാരണ ആരോഗ്യകരമായ വിസർജ്യത്തിന് തവിട്ട് നിറമായിരിക്കും. പക്ഷെ മറ്റ് നിറങ്ങൾ പല സൂചകങ്ങളുമായി മാറാം. പച്ച നിറം അധികം പച്ചക്കറി കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡൈജഷൻ രോഗം നടക്കുമ്പോഴോ ഉണ്ടാകാം. കറുപ്പോ ചുവപ്പോ രക്തസ്രാവം മൂലമോ പ്രത്യേകതരം ആഹാരങ്ങൾ മൂലമോ ആകാം. ഡോക്ടറെ കാണുന്നത് വളരെ പ്രധാനമാണ്. മഞ്ഞ അഥവാ എണ്ണമയമുള്ളത് കൊഴുപ്പ് ശരിയായി ഡൈജസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാവാം. നിറം ശരീരത്തിന്റെ പെയിൻ പാലറ്റാണ്. ഓരോ ഷെയ്ഡിനും ഓരോ കഥകൾ പറയാനുണ്ട്. മലത്തിന്റെ രൂപവും ഇടവേളകളും വളരെ പ്രധാനപ്പെട്ടതാണ്. മലത്തിന്റെ പരിശോധനയ്ക്കായി ഡോക്ടർമാർ ബ്രിസ്റ്റൽ സ്റ്റൂൾ ചാർട്ട് ഉപയോഗിക്കുന്നു. കട്ടിയായ പെല്ലറ്റുകൾ തുടങ്ങി വെള്ളം പോലുള്ള മലം വരെ കാണപ്പെടുന്നു. അത് ഈ ചാർട്ടിന്റെ ഭാഗമാണ്. ഏറ്റവും നല്ലതായി കണക്കാക്കപ്പെടുന്നത് മൃദുവായ സോസേജ് രൂപത്തിലുള്ളതാണ്. വളരെ കട്ടിയുള്ള മലമാണെങ്കിൽ അത് ഡീഹൈഡ്രേഷൻ അഥവാ വെള്ളക്കുറവിനെ സൂചിപ്പിക്കും. വെള്ളം കൂടുതലുള്ളതാണെങ്കിൽ അത് ഇൻഫെക്ഷനോ ഡയറിയയോ സൂചിപ്പിക്കാം. ദിവസത്തിൽ ഒരിക്കൽ മലവിസർജനം നടത്തുന്നത് സാധാരണമാണെങ്കിലും ഒരു ദിവസത്തിൽ 3 പ്രാവശ്യം മുതൽ ആഴ്ചയിൽ 3 മാസം വരെയുള്ള മലവിസർജനം സാധാരണമായിട്ടാണ് ഡോക്ടർമാർ കാണുന്നത്. ഇനി നമ്മൾ മലത്തെക്കുറിച്ചും വിസർജനത്തെക്കുറിച്ചും സംസാരിച്ചപ്പോൾ മലവിസർജനം ആരോഗ്യകരമാക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്ന് കൂടി നോക്കാം. നല്ല ഭക്ഷണശീലത്തിലൂടെ മലവിസർജനം വളരെ ആരോഗ്യകരമാക്കാമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. നാരുകൾ അടങ്ങിയ ഭക്ഷണം, പഴം, പച്ചക്കറി, ഹോൾ ഗ്രെയിൻസ് എന്നിവ നല്ല ഡൈജഷൻ സഹായിക്കുകയും അതിലൂടെ മലത്തിന്റെ ഹെൽത്ത് വളരെ നന്നാവുകയും ചെയ്യും. വെള്ളം മതിയായ അളവിൽ കുടിക്കുക. വ്യായാമം, ശരീരചലനം ഡൈജഷനെ സഹായിക്കും. സമ്മർദ്ദ നിയന്ത്രണം, ധ്യാനം, ശ്വാസാഭ്യാസം, ചിരി എന്നിവയും സമ്മർദ്ദ നിയന്ത്രണത്തിന് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇതും നമ്മളുടെ ഡൈജഷനെ സഹായിക്കും. പ്രോസസ്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക. അത് ഗട്ട് ബാക്ടീരിയയെ ബാധിക്കും. നമ്മളുടെ വയറ്റിൽ ട്രില്യൺ മൈക്രോബുകളുണ്ട്. അവയെ നല്ല ഭക്ഷണത്തോടു കൂടി വളർത്തിയാൽ നമ്മളുടെ ഡൈജഷൻ മികച്ചതാവും. അടുത്ത തവണ ടോയ്ലറ്റിലൂടെ മലം ഫ്ലഷ് ചെയ്ത് കളയുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കുക. മലം വെറും വേസ്റ്റ് അല്ല, അതൊരു സന്ദേശം നമുക്ക് തരുന്നുണ്ട്. അതിനെ കേൾക്കുക, അതിനെ മാനിക്കുക. അത് നിങ്ങളുടെ ജീവിതത്തെ രക്ഷിക്കാൻ കഴിയും. മലത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ടാബുവായി കാണാതെ അത് ബോധവൽക്കരണത്തിന്റെയും ശാസ്ത്രീയ ചിന്തയുടെയും ഭാഗമായി കാണാൻ ശ്രമിക്കുക. ആരോഗ്യകരമായി ജീവിക്കൂ. വയറിന്റെ ശബ്ദം കേൾക്കൂ. താങ്ക് യു.